വ്യതിയാനം മൂലം ആർട്ടിക് പെർമാഫ്രോസ്റ്റ് ഉരുകി തുടങ്ങി എന്നത് ഒരു പുതിയ അറിവല്ല. തണുത്തുറഞ്ഞ പ്രദേശം ഉരുകുമ്പോൾ ഭൂമിയിൽ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും അത് കാരണമാകുകയും ചെയ്യുന്നു. എന്നാൽ ഈ പെർമാഫ്രോസ്റ്റിൽ ഫ്രീസായി മറഞ്ഞിരിക്കുന്ന ചിലരുണ്ട്. പ്ലയോസ്റ്റസീൻ ഫോസിലുകൾക്കൊപ്പം വൻതോതിലുള്ള കാർബൺ, മീഥെയ്ൻ, മെർക്കുറി തുടങ്ങിയവ അതിൽ ചിലത് മാത്രം. ഇതിന്റെ മറ്റൊരു ഫലമായി മൺമറഞ്ഞു പോയ പല രോഗങ്ങളും ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നാലോ? 2016 വടക്കു പടിഞ്ഞാറൻ സൈബീരിയയിൽ ആയിരക്കണക്കിന് റെയിൻഡിയറുകളെ കൊല്ലുകയും ഒരുപാട് മനുഷ്യരെ ബാധിക്കുകയും ചെയ്ത സൈബീരിയൻ പ്ലേഗ് അഥവാ ആന്ത്രാക്സ് പൊട്ടിപ്പുറപ്പെട്ടു. ഏകദേശം 70 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രോഗം വീണ്ടും സൈബീരിയയിൽ എത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആന്ത്രാക്സ് രോഗം ബാധിച്ച ഒരു റെയിൻഡിയറിന്റെ ഡീഫ്രോസ്റ്റ് ചെയ്ത മൃതദേഹമായിരുന്നു രോഗത്തിന്റെ ഉത്ഭവം. സ്പാനിഷ് ഇൻഫ്ലുവൻസ, സ്മോൾ പോക്സ് തുടങ്ങിയ നിരവധി രോഗങ്ങൾ പെർമാഫ്രോസ്റ്റിനടിയിൽ ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പെർമാഫ്രോസ്റ്റിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള 1,80,000-ഓളം പുരാവസ്തു സൈറ്റുകളുണ്ട്. ഉദാഹരണത്തിന് ഗ്രീൻലാൻഡിലെ പാലിയോ എസ്കിമോ സൈറ്റ് ഇത്തരത്തിൽ ഫ്രീസ് ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്ന ഒരിടമാണ്. വളരെ ഡെലിക്കേറ്റായി സൂക്ഷിച്ചിരിക്കുന്ന ഇത്തരം പ്രദേശങ്ങൾ പെർമാഫ്രോസ്റ്റ് മെൽറ്റിങ്ങിലൂടെ ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സൈറ്റുകളിലെ പുരാവസ്തുക്കളിൽ നിന്ന് ചരിത്രത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അറിവ് വളരെ വലുതാണ്. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പുരാവസ്തുക്കൾ പലതും അവ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നശിച്ചു പോയേക്കും. എന്നാൽ നശിക്കാത്ത മറ്റൊന്നുണ്ട്, മൈക്രോ പ്ലാസ്റ്റിക്. ഓഷ്യൻ കറണ്ട് കാരണം ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആർട്ടിക്കിൽ വന്നടിയുന്നുണ്ട്. ഇവ പെർമാഫ്രോസ്റ്റിന്റെ ഭാഗമാകുന്നതിലൂടെ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ ഘടന ആർട്ടിക്കിൽ ഉയരും. മത്സ്യങ്ങൾ ഇത്തരം മൈക്രോ പ്ലാസ്റ്റിക് കഴിക്കുന്നതിലൂടെ അത് നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. മൈക്രോ പ്ലാസ്റ്റിക് പോലെ തന്നെ അപകടകരമാണ് മെർക്കുറി. ആർട്ടിക് ഡീഫ്രോസ്റ്റിംഗ് കാരണം മെർക്കുറിയും നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിലേക്ക് പ്രവേശിക്കുന്നു. 1.5 കോടി ടണ്ണിന് മുകളിലുള്ള മെർക്കുറി പോളാർ ഐസിലും പെർമാഫ്രോസ്റ്റിലും ട്രാപ്പ് ചെയ്തിരിക്കുന്നു. ഇതൊരു വലിയ അളവാണ്. ഉറക്കമില്ലായ്മ, ഓർമ്മക്കുറവ്, ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ, തലവേദന തുടങ്ങി പല പ്രശ്നങ്ങളാണ് മെർക്കുറി കാരണം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത്. 1500 ബില്യൺ ടൺ കാർബണാണ് പെർമാഫ്രോസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നതായി കണക്കാക്കപ്പെടുന്നത്. 2100 മുൻപായി ഏകദേശം 70% വരെ പെർമാഫ്രോസ്റ്റ് ഉരുകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആർട്ടിക്കിലെ മഞ്ഞ് കുറഞ്ഞാൽ അവിടെ കൃഷിയോഗ്യമാക്കിക്കൂടെ എന്നതൊരു ചോദ്യമാണ്. അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. ഉയർന്ന താപനില ഉപരിതല ജലത്തിന്റെ ബാഷ്പീകരണത്തിന് കാരണമാകുകയും അങ്ങനെ സസ്യങ്ങൾ നശിക്കുകയും ചെയ്യും. ഈ പറഞ്ഞതെല്ലാം നിലവിൽ ആർട്ടിക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിചാരിച്ചാൽ ഒരു പരിധിവരെ പെർമാഫ്രോസ്റ്റിനെ സംരക്ഷിക്കാനാകും. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെയും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെയും റീസൈക്ലിങ്ങിലൂടെയും കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിലൂടെയും ആർട്ടിക് ഡീഫ്രോസ്റ്റിങ്ങിന്റെ തോത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ ഒരാൾ വിചാരിച്ചാൽ ആർട്ടിക്കിൽ എന്ത് മാറ്റം വരാനാണ് എന്ന ചിന്ത മാറ്റിവെച്ച് ഭൂമിയെ സംരക്ഷിക്കാൻ പറ്റുന്നത് ചെയ്യാം നമുക്ക്.